ഹോളിവുഡ് ഇതിഹാസം ജെയിംസ് കാമറൂണിന്റെ അവതാർ ഫയർ ആൻഡ് ആഷ് തിയേറ്ററിലെത്തിയിരിക്കുന്നു. ചിത്രത്തെക്കുറിച്ചുള്ള ആകാംക്ഷകൾക്കൊപ്പം പ്രമുഖ നിരൂപകരൊക്കെ തന്നെ നിരൂപണം പുറത്തുവിട്ടിരിക്കുകയാണ്. ഒരു ജെയിംസ് കാമറൂൺ ചിത്രം, പ്രത്യേകിച്ചും അവതാർ ഫ്രാഞ്ചൈസിയിലെ പുതിയൊരെണ്ണം എപ്പോഴും പ്രതീക്ഷയുടെ കൊടുമുടിയേറിയാണ് വരാറുള്ളത്. എന്നാൽ ഈ ഫയർ ആൻഡ് ആഷ് സിനിമാറ്റിക് നേട്ടങ്ങളുടെയും കഥ പറച്ചിലിന്റെയും പരാജയത്തിന്റെയും ഒരു വിരോധാഭാസമായി മാറുന്നു. ഒരു വശത്ത് സമാനതകളില്ലാത്ത ദൃശ്യ ശ്രവ്യ വിസ്മയം ഒരുക്കുമ്പോൾ മറുവശത്ത് പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന തിരക്കഥ പരാജയപ്പെടുന്നു. ചിത്രത്തിലെ സാങ്കേതിക വശം, വിഷ്വൽ, സൗണ്ട്, VFX ലോക സിനിമയിൽ ഇതുവരെ ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും മികച്ച സാങ്കേതിക നിലവാരം പുലർത്തുന്ന ചിത്രമാണിത്. വിഷ്വൽ, സൗണ്ടിങ്, VFX, അഭിനേതാക്കളുടെ പ്രകടനം, പശ്ചാത്തല സംഗീതം എന്നിവയെല്ലാം ടോപ്പ് നോച്ച് ആണ്. അവിസ്മരണീയമായ ഒരു 3D അനുഭവം നമുക്ക് കാഴ്ചവെക്കുന്ന ഒരു പടമാണിത്. 3D ഗ്ലാസുകൾ വെച്ച് ഒരു പ്ലാനറ്റോറിയത്തിൽ ഇരിക്കുന്നത് പോലെയുള്ള അനുഭവമാണ് സിനിമ നൽകുന്നത്. ബോറടിയില്ലാതെ 3 മണിക്കൂറിലധികം പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്നത് ഈ ദൃശ്യ വിസ്മയമാണ്. പണ്ടോറയിലെ കടലിനടിയിലെ മനോഹരമായ ദൃശ്യങ്ങൾ, കാമറൂൺ സൃഷ്ടിച്ചെടുത്ത പുതുമയുള്ള ജീവികൾ, കാടിന്റെ വന്യ സൗന്ദര്യം എന്നിവയെല്ലാം പ്രേക്ഷകർക്ക് സവിശേഷമായ ഒരു തിയേറ്റർ അനുഭവം ഉറപ്പു നൽകുന്നു. സാങ്കേതിക മികവിന് ലഭിച്ച പ്രശംസ നിരക്കഥയുടെ കാര്യത്തിൽ കടുത്ത വിമർശനമായി മാറുകയാണ്. മുൻ അവതാർ ചിത്രങ്ങളിലുള്ള പോലെ പ്രേക്ഷകനെ അമ്പരിപ്പിക്കുന്ന ഒരു വോ ഫാക്ടർ ഈ സിനിമയിൽ ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനമായ പോരായ്മ. കഥയുടെ ഒഴുക്കില്ലാത്ത ഒരു ഫ്ലാറ്റായ തിരക്കഥയാണ് ചിത്രത്തിന്റേത്. അച്ഛൻ മകൻ ബന്ധം, ഒരു പ്രസവരംഗം തുടങ്ങിയ വൈകാരിക നിമിഷങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇവയെല്ലാം കഥാഗതിയെ സ്വാധീനിക്കാത്ത വെറും ഡ്രാമാറ്റിക് രംഗങ്ങളായി ഒതുങ്ങിപ്പോയിരിക്കുന്നു. സ്കൈ പീപ്പിൾ വരുന്നു, പണ്ടോറയിലെ തദ്ദേശീയരെ ആക്രമിക്കുന്നു, അവസാനം അവർ തോറ്റുമടങ്ങുന്നു എന്ന ഒരു സ്ഥിരം ഫോർമുലയാണ് ഈ സിനിമയും പിന്തുടരുന്നത്. കഥയിൽ യാതൊരു പുതുമയും കൊണ്ടുവരാൻ സംവിധായകന് കഴിഞ്ഞിട്ടില്ല. സിനിമയുമായുള്ള ഒരു വൈകാരിക ബന്ധം സ്ഥാപിക്കാൻ സാധിക്കാത്തതിനാൽ സ്ക്രീനിൽ നടക്കുന്ന സംഭവങ്ങൾ പ്രേക്ഷകന്റെ മനസ്സിൽ ഒരു ചലനവും സൃഷ്ടിക്കുന്നുമില്ല. സാങ്കേതിക മികവിന്റെയും കഥയിലെ വീഴ്ചയുടെയും ഈ വൈരുദ്ധ്യം പ്രധാന പരാതിയിലേക്ക് നേരിട്ട് വിരൽ ചൂണ്ടുകയാണ്. കാഴ്ചയുടെ ഈ വിസ്മയത്തിനപ്പുറം നമ്മൾ ഇതിനകം കണ്ടു കഴിഞ്ഞ ഒരു ലോകത്തേക്കുള്ള മടക്കയാത്ര മാത്രമാണ് ഈ സിനിമ. അവതാർ ദ വേ ഓഫ് വാട്ടർ നിർത്തിയെടുത്ത് നിന്ന് നേരിട്ട് കഥ തുടങ്ങുന്ന ഒരു ചിത്രമാണ് ഈ ഫയർ ആൻഡ് ആഷ്. പണ്ടോറയിലെ പരിചിതമായ ലോകത്തേക്ക് പ്രേക്ഷകനെ തിരികെ കൊണ്ടുപോവുകയാണ്. എന്നതിലപ്പുറം പുതുതായി ഒന്നും നൽകാൻ ഈ സിനിമയ്ക്ക് സാധിക്കുന്നില്ല. മുൻപ് കണ്ട കാടും കടലും കഥാപാത്രവും തന്നെയാണ് ഈ യാത്രയിലും പ്രേക്ഷകനെ കാത്തിരിക്കുന്നത്. മുൻ ചിത്രമായ വേ ഓഫ് വാട്ടറിന്റെ ഒരു തുടർച്ചയായി മാത്രം ഈ ചിത്രം ഒതുങ്ങിപ്പോവുകയാണ്. കടലിലെയും കാട്ടിലെയും ലോകങ്ങൾ ഒരുമിച്ച് ഈ സിനിമയിൽ വരുന്നുണ്ടെങ്കിലും കഥയിൽ പുതിയ ആശയങ്ങളോ വഴിത്തിരിവുകളോ ഇല്ലാത്തത് വലിയൊരു പോരായ്മയാണ്. ആവർത്തന വിരസമായ ഈ കഥ പറച്ചിൽ ഏതൊക്കെ തരം പ്രേക്ഷകർക്കാണ് ഈ സിനിമ കൂടുതൽ ആസ്വാദ്യകരമാവുക എന്നത് നമുക്ക് നോക്കാം. തിരക്കഥയിലെ പോരായ്മയ്ക്കിടയിലും ഒരു പ്രത്യേക വിഭാഗം പ്രേക്ഷകർക്ക് അവതാർ ഫയർ ആൻഡ് ആഷ് ഒരു മികച്ച തിയേറ്റർ അനുഭവമായിരിക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത്. മുൻപ് ഇറങ്ങിയ 2 അവതാർ സിനിമകളിലും തിയേറ്ററിൽ കാണാൻ അവസരം ലഭിക്കാത്തവർ തീർച്ചയായും ഈ സിനിമ കണ്ടിരിക്കണം. പണ്ടോറ എന്ന ലോകം ബിഗ് സ്ക്രീനിൽ അനുഭവിച്ചറിയാനുള്ള മികച്ച അവസരമായിരിക്കും ഇത്. ചിത്രത്തിൽ അമിതമായ വയലൻസോ മുതിർന്നവർക്കുള്ള രംഗങ്ങളോ ഇല്ല. അതിനാൽ കുട്ടികൾക്കും കുടുംബങ്ങൾക്കും നേരിട്ട് ഒരുമിച്ച് കാണാൻ സാധിക്കുന്ന ഒരു സിനിമയാണിത്. പണ്ടോറയിലെ അത്ഭുത ലോകവും അവിടുത്തെ ജീവികളും കുട്ടികൾക്ക് മറക്കാനാവാത്തവർക്കുമെന്ന് കാഴ്ചാനുഭവമായിരിക്കും. ഈ സിനിമ കാണാൻ ഉദ്ദേശിക്കുന്നവർ ഏറ്റവും മികച്ച സാങ്കേതിക സൗകര്യങ്ങളുള്ള തിയേറ്റർ തന്നെ തിരഞ്ഞെടുക്കണം. കുറഞ്ഞത് 4K അറ്റ്മോസ് സൗകര്യമുള്ള തിയേറ്ററിലെങ്കിലും കണ്ടാൽ മാത്രമേ ഈ കാമറൂൺ ഒരുക്കിയ ദൃശ്യവിസ്മയം പൂർണ്ണമായി ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. അവതാർ ലോകത്തോട് തന്റെ അഭിനിവേശം അവസാനിപ്പിച്ച് പുതിയ സൃഷ്ടികളിലേക്ക് കടന്നു ചെല്ലാൻ കാമറൂൺ തയ്യാറാകണമെന്നാണ് നമ്മളുടെ അഭിപ്രായം. വളരെ ആവർത്തന വിരസമായ ഒരു ഫ്രാഞ്ചൈസിക്ക് വേണ്ടി ഇനിയും സമയം പാഴാക്കരുത് എന്നാണ്. ജെയിംസ് കാമറൂണോട് അവതാർ പരമ്പര ഓവറായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പുതുമയൊന്നുമില്ല, ഇനിയൊന്നും പറയാനുമൊന്നുമില്ല. കാമറൂണിന് പ്രായമായി വരികയാണ്. ഈ ഒരു ലോകത്ത് സമയം കളയാതെ പുതിയ തീമുകളും ആശയങ്ങളും കണ്ടെത്തി സിനിമകൾ ചെയ്യേണ്ട ആളാണ് കാമറൂൺ. സമയം വെറുതെ പോക്കിക്കളയരുതെന്നാണ് ഉദ്ദേശിക്കുന്നത്. അവതാർ ഫയർ ആൻഡ് ആഷ് സാങ്കേതികമായ ഒരു വിസ്മയമാണെങ്കിലും കഥയുടെ കാര്യത്തിൽ ആത്മാവില്ലാത്ത ഒരു ചിത്രമാണ്. ചില പ്രേക്ഷകർക്ക് ഇത് ഗംഭീരമായ തിയേറ്റർ അനുഭവം നൽകുമെങ്കിലും ഫ്രാഞ്ചൈസിയുടെ സർഗാത്മകമായ ക്ഷീണവും ജെയിംസ് കാമറൂൺ എന്ന സംവിധായകൻ പുതിയ മേച്ചിൽ പുറങ്ങൾ തേടേണ്ടതിന്റെ ആവശ്യകതയും ഈ സിനിമ അടിവരയിടും.